Ladies and gentlemen, this is Adarsh and welcome to my comedy. മലയാളത്തിൽ നിന്ന് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. റഹ്മാൻ, ഭാവന ഇവരൊക്കെ അഭിനയിച്ച സുനാമി അനോമി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. കുറെ പേര് മരിക്കുന്നു. ആദ്യമൊക്കെ കാണുമ്പോൾ എല്ലാം സൂയിസൈഡ് ആണ് തോന്നുന്നു, കേസൊക്കെ തള്ളിക്കളയും. പിന്നീടാണ് സിമിലാരിറ്റി മനസ്സിലാവുന്നതും ഒരു സീരിയൽ കില്ലർ ഉണ്ട് എന്ന് മനസ്സിലാവുന്നതും ആ സൈക്കോപാത്തിനെ പിടിക്കാൻ പോണ ACP ജിബ്രാൻ നമ്മുടെ റഹ്മാനും ഫോറൻസിക്കിലെ ഭാവനയും. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അടിപൊളി കൺസെപ്റ്റ് ആണ് കേട്ടോ. ദിസ് എ വെരി നൈസ് കൺസെപ്റ്റ്. എനിക്ക് മലയാളത്തിൽ ഫ്രഷ് കൺസെപ്റ്റ് ആണ് തോന്നുന്നു. അടിപൊളിയായിരുന്നു. ഈ സിനിമ തുടങ്ങുന്ന ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നല്ല രസമായിരുന്നു. പിന്നീട് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടിയത് ക്ലൈമാക്സിലാണ്. അത്രയും നേരം പറ്റ ശോകം. ഹാഫ് ബേക്ക്ഡ് എന്ന് ഞാൻ പറയുന്നില്ല, നോട്ട് അറ്റ് ഓൾ ബേക്ക്ഡ്. ഭയങ്കര വൃത്തിയായിട്ട് സംഭവമൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഓവനിൽ കൊണ്ടുപോയിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു, സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു. അതാണ് ഈ പടം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ കംപ്ലീറ്റ് ലൈഫും സോളൊക്കെ ഇരിക്കുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലാണ്. ഇത് ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് കാണുമ്പോൾ ഒരു ഗുമ്മും തോന്നില്ല, ഒരു ത്രില്ലും അടിക്കുന്നില്ല. ക്ലീശേ പ്രോസസ്സാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. അതൊരു പുതിയ കൺസെപ്റ്റ് പറയും. ഈ സിനിമ പറഞ്ഞു പോണത് ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ല, ഒരു മൊമെന്റ്സ് ആഫ്റ്റർ ഡെത്ത്, അല്ലെങ്കിൽ മറ്റേ ഹ്യൂമൻ കോൺഷ്യസ്നെസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാതെ ക്ലീശേ സൈക്കോപാത്ത് രീതിയിൽ പോയിട്ട് അവസാനത്തെ ഒരു 10 മിനിറ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അത് തന്നെ കംപ്ലീറ്റ് ക്ലാരിറ്റി ഇല്ല. ഔട്ട് ആൻഡ് ഔട്ട് ആ ഒരു കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. ക്ലീശേ എന്ന് പറയാൻ കാരണം എവിടെ ഒരു സൈക്കോപാത്ത് ഉണ്ടോ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ട്രോമയിലായിരിക്കും. നോർമൽ ആയിട്ടുള്ള പോലീസുകാരൊന്നും ഇല്ലേ. എല്ലാ പടവും എടുത്തു നോക്കിക്കോ, ഏത് ഇൻഡസ്ട്രി വേണമെങ്കിൽ എടുത്തു നോക്കുക, ഒക്കെ പൈത്യങ്ങളായിരിക്കും. ഇതിൽ നായകൻ ട്രോമയില്, നായിക ട്രോമയില്, വില്ലൻ ട്രോമയില്, അന്വേഷിക്കാൻ പറ്റുന്ന പോലീസ് ഓഫീസർ ട്രോമയില്. ട്രോമ യൂണിവേഴ്സോ? നോർമൽ ആയിട്ടുള്ള ഒരൊറ്റ മനുഷ്യനില്ലേ ഈ പടത്തില്? ആൻഡ് പെർഫോമൻസ് വൈസ് പറയാന്ന് വെച്ചാൽ ഇതില് അധികം ആർക്ക് പെർഫോം ചെയ്യാനുള്ള പോലും ഇല്ല. ഭാവന ഏത് നേരം വന്നിട്ട് ഫക്ക് 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 പറഞ്ഞിട്ട് പോകാനുള്ള ഒരു ക്യാരക്ടർ. അതാണ് ഭാവനയുടെ ഇതിലത്തെ ക്യാരക്ടർ. ആൾക്ക് ഒന്നും പെർഫോം ചെയ്യാനില്ല. ആകെ ഒരു ഇമോഷണൽ സീൻ പെർഫോം ചെയ്യാനുണ്ട്. അത് ശോകമായിരുന്നു. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ. റഹ്മാന്റെ ക്യാരക്ടർ ബ്ലാക്ക് സിനിമയില്ലേ മമ്മൂക്കയുടെ, അതില് റഹ്മാന്റെ ഒരു ക്യാരക്ടർ, അതിന് ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫൈറ്റ് സീൻ വാസ് നൈസ്. അഗെയിൻ ആൾക്കും അധികം പെർഫോം ചെയ്യാനൊന്നും ഇല്ല. ത്രൂ ഔട്ട് ദ പടം ഈ രണ്ടുപേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. ടുവേർഡ്സ് എൻഡിൽ കുറച്ച് ട്വിസ്റ്റും പരിപാടിയൊക്കെ ഉണ്ട്. ഈ സൈക്കോ പടങ്ങൾ കണ്ട് എവനാണ് ഈ വിനയം കൂടുതലും മെഴുകണത് അവനായിരിക്കും വില്ലെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറ്റും. ഇതിന് പെരിയ സയൻസും പരിപാടിയൊന്നും വേണ്ട. അതുകൊണ്ട് ട്വിസ്റ്റ് ഒക്കെ കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമ്മൾ ഈ മറ്റേ 1000 ബേബീസ് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, റഹ്മാന്റെ തന്നെയാണ് സീരീസ്. അതിന്റെ ക്ലൈമാക്സിൽ സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. വിഷ്ണു വിശാലിന്റെ ഒരു പടമുണ്ട് ആര്യൻ. അതിൽ സെൽവരാഘവൻ ആൾക്കാരെ കൊന്നിട്ട് ഒരു കൊണയടിക്കുന്നുണ്ട്. ആൾക്കാരെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാവപ്പെട്ടവരെ കൊന്നത്. അതേപോലെ ഇതിലൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ ആൾക്കാരെ കൊന്നത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സയൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് ആ ഒരു പോർഷൻ എനിക്ക് അത്യാവശ്യം വർക്കായി. പക്ഷെ അതിന് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. കുറച്ചും കൂടി നന്നാക്കായിരുന്നു. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. ആ ക്ലൈമാക്സ് പോർഷൻ എനിക്ക് വർക്കായി. ആദ്യത്തെ ഒരു 10-15 മിനിറ്റും എനിക്ക് ഈ സിനിമ വർക്കായി. ടെക്നിക്കലി ദിസ് ഇസ് നൈസ്. ടെക്നിക്കലി ഈ സിനിമ നൈസ് ആണ്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. മ്യൂസിക് വർക്ക് ഇസ് ഓൾസോ നൈസ്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് ട്രാക്ക് ഉണ്ട്, അടിപൊളിയായിരുന്നു. ഇവിടെ കബീർ സിംഗ്, അനിമൽ ഇങ്ങനത്തെ സിനിമയിലൊക്കെ മ്യൂസിക് വർക്ക് ചെയ്ത ഹർഷവർദ്ധനാണ് ഇതിൽ മ്യൂസിക് വർക്ക് ചെയ്തിരിക്കുന്നത്. ആളുടെ പണി അത്യാവശ്യം നന്നായി എടുത്തിട്ടുണ്ട്. ബട്ട് ഔട്ട് ആൻഡ് ഔട്ട് എനിക്ക് ഈ സിനിമ ഭയങ്കര ശോകമായിട്ടാണ് തോന്നി. എനിക്ക് എവിടെ ഈ സിനിമ കണ്ടിട്ട് ത്രില്ല് അടിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോർഷൻ, ബാക്കി എനിക്ക് അധികം വർക്ക് ആയിട്ടില്ല. ഈ കൺസെപ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കാം. ചിലർക്ക് നന്നായിട്ട് വർക്ക് ആവും. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, എനിക്ക് അത്ര വർക്ക് ആയില്ല പടം. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. അനോമി ഈസ് സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം.